ബ്രോ വേട്ട ഫസ്റ്റ് ഡേ കാണുന്നുണ്ടോ? ഫസ്റ്റ് ഡേ ആദ്യം ഫസ്റ്റ് പറയാം, ജയഭീം എന്ന് പറഞ്ഞ സിനിമ ഡയറക്റ്റ് ചെയ്തതാണ്. അപ്പം ചെറിയൊരു ഹോപ്പ് ഉണ്ട്. പിന്നെ ഫസ്റ്റ് ട്രെയിലർ വന്നപ്പോൾ കുറച്ച് മാസമായിട്ട് കാണിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ രണ്ടാമത്തെ ട്രെയിലർ വന്നപ്പോൾ ആ മാസ് കുറഞ്ഞിട്ടുണ്ട്. പിന്നെ ഹൈപ്പ് കുറയ്ക്കാനാണെന്നാണ് തോന്നുന്നത്. കാരണം ഭയങ്കര മറ്റേ രജനി പടം ട്രെയിലറൊക്കെ വരുമ്പോൾ ഒരു മാസം അല്ലെങ്കിൽ പുള്ളിയുടെ ഒരു സ്വാഗതം അതൊന്നും ഇതിനകത്ത് കാണില്ല. പക്ഷേ ചെറിയ ഹോപ്പൊന്നും കൊടുക്കുന്നില്ല, കാരണം ട്രെയിലറിൽ ഒരു ഹോപ്പില്ല. എന്തായാലും 7 മണിക്ക് ടിക്കറ്റ് ഉണ്ടെങ്കിൽ കാണും. 7 മണിന്നാണ് ഞാൻ അറിഞ്ഞത്. ഈ വിജയ് ഫാൻസ് ഇപ്പോൾ ധാരാളമായി രജനി ഫാൻസിനെ വെല്ലുവിളിക്കുക അങ്ങനെ ഒരു മത്സരം. അതെ, ഞാനൊരു കാര്യം പറയാം. അത് ഇപ്പം സോഷ്യൽ മീഡിയയിൽ അത് കേരള റെക്കോർഡ് പൊട്ടിക്കുമായിരിക്കും അതിന്. അത് പറയാം, ഡിപ്പെൻസ്. കാരണം ഓഡിയൻസിന്റെ റെസ്പോൺസ് അനുസരിച്ച്. പിന്നെ ബ്രോ നേരത്തെ ചോദ്യത്തിന് ഒരു ചോദ്യം ഞാൻ ഉത്തരം പറയാം. സംഭവം ഇപ്പം നടക്കണമെന്ന് പറഞ്ഞാൽ വാർ ട്വിറ്ററിലാണ്. ട്വിറ്ററിൽ 2 കൂട്ടം അടി നടക്കുകയാണ്. കാരണം ഫേക്ക് ഐഡിയ ഒക്കെ വെച്ചിട്ട് ഓരോരുത്തന്മാർ കിടന്ന് കൊണയടിക്കണുണ്ട്. അപ്പോൾ അവന്മാരാണ് ഈ ചെയ്യണത്, ഇങ്ങനെ ഈ പടം പൊട്ടി അത് ഇത്. പക്ഷേ ജെനുവിനായിട്ടുള്ള ഒരുപാട് ആരാധകർ ഇങ്ങനെ ചെയ്യൂല. മറ്റേ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന സോഷ്യൽ മീഡിയയിലാണ് ഇപ്പോൾ വാറ് കിടക്കണം, അല്ല മറ്റേ പുറത്തല്ല. അകത്ത് മറ്റേ ഈ ട്വിറ്ററിലും ഇൻസ്റ്റാഗ്രാമിലും അവിടെ വന്ന് 2 കൂട്ടരും കിടന്ന് അടി ഉണ്ടാകും. ഈ വിജയ്ക്കും അതേപോലെ തന്നെ രജനീകാന്തും തമ്മിൽ യാതൊരു പ്രശ്നമില്ല. അതൊരു കാക്കയും മുട്ടയും എന്തൊക്കെ കഥ അമ്മമാർക്ക് പ്രാന്ത് എന്ത് അങ്ങനെ എന്തോ ഒരു സാധനം പറഞ്ഞപ്പോ അതിനെ വിജയെ പറ്റിയാണ് പറയണെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ക്ലാരിഫൈ ചെയ്തല്ലോ. ഒരു പ്രശ്നമില്ല എന്ന് പറഞ്ഞ് എല്ലാം പറഞ്ഞതാണ്. എന്നിട്ട് ഉമ്മാര് തമ്മിൽ തല്ലി അടിക്കുന്നുണ്ട്. ഇപ്പൊ നോക്കിയോ, ഉറപ്പായിട്ടും അമ്മാര് ഗോട്ട് സിനിമയ്ക്ക് ഉമ്മാര് കടന്ന് കുറെ ട്വിറ്ററിലുള്ളമാര് വന്നിട്ട് പൊട്ടിക്കാൻ ശ്രമിച്ചു, അത് ഏറ്റില്ല. അതുപോലെ തന്നെ രജനീകാന്തിന്റെ പടം വന്നിട്ട് ഇപ്പം സ്റ്റാർ വാല്യുള്ള ഏത് നടന്മാരെ പടം വന്നിട്ട് ഡീഗ്രേഡിങ് അടിക്കാൻ നോക്കിയത് അത് ഏക്കൂല. അതങ്ങനെയാണ്. പിന്നെ ഇവിടുത്തെ കാര്യം, കേരളത്തിലുള്ളമാരെ ഗ്യാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം എല്ലാവരും ഇപ്പം ഓഡിയൻസിന്റെ ഇതൊക്കെ മാറി. ഇപ്പം ഗോട്ട് ഇവിടെ വീണ് അത് അറിയില്ല, തമിഴ്നാട്ടിൽ അങ്ങോട്ടൊക്കെ ഓടി. പക്ഷെ ഇനി ഇവിടെ വേട്ടയെ എന്തൊരു നെഗറ്റീവ് ആണ്, നെഗറ്റീവ് പോസിറ്റീവ്. വേട്ടയെ ഫസ്റ്റ് ഡേ ടിക്കറ്റ് ഉണ്ടെങ്കിൽ കയറും. പിന്നെ ഒരു പ്രതീക്ഷയില്ലാതാണ് പോയി കാണുന്നത്. പടം വിജയിക്കട്ടെ. വേട്ടയും ട്രെയിലർ കണ്ടായിരുന്നു? ട്രെയിലർ ഞാൻ കണ്ടായിരുന്നു. എങ്ങനെയുണ്ട്, ഇഷ്ടപ്പെട്ടായിരുന്നു? ഇപ്പോൾ കുഴപ്പമില്ല, നല്ലൊരു ട്രെയിലറാണ്. എന്തായിരിക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല, അറിയാമല്ലോ. ഇതേപോലെ നല്ല പടങ്ങളുടെ ട്രെയിലർ വന്നിട്ടുണ്ട്, പക്ഷെ അതൊക്കെ പൊട്ടിപ്പാളീസുമായിട്ടുണ്ട്. അതുകൊണ്ട് ഒന്നും പറയാൻ പറ്റത്തില്ല. എന്തായാലും റിലീസിൻ്റെ അന്ന് കാണുന്നുണ്ടോ? ഇല്ല, എനിക്ക് കാണില്ല എന്നല്ല, എനിക്ക് സൗകര്യം ഉണ്ടെങ്കിൽ ഞാൻ വന്ന് കാണും. എനിക്ക് എൻ്റെ സൗകര്യത്തിന് ഞാൻ എപ്പോഴെങ്കിലും വന്ന് കാണും, അല്ലാതെ റിലീസിൻ്റെ അന്നൊന്നും ഞാൻ വന്ന് കാണത്തില്ല. ബ്രോ, സോഷ്യൽ മീഡിയ മുഴുവൻ ഇപ്പോൾ ഒരു ഫാൻ ഫൈറ്റ് ആണ്. നമ്മൾ രജനി ഫാൻസ് വിജയ് ഫാൻസ് തമ്മിലൊരു അടിയാണെന്ന് പറയുമ്പോൾ അവർ പറയുന്നത് വെച്ചാൽ ലിയോയുടെ റെക്കോർഡ് വേട്ടയാൻ പൊട്ടിക്കുമെന്നും പറയുന്നു, പൊട്ടിക്കുന്നില്ലെന്നും പൊട്ടിക്കൂലെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു അഭിപ്രായം പറയണമെങ്കിൽ എന്ത് തോന്നുന്നു? റെക്കോർഡ് മറികടക്കുമോ ഇല്ലയോ എന്നുള്ളത്? അത് ഈ ഫാൻസ് പറയുന്ന പോലെയാണ് ഇവിടെ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എൻ്റെ വീട്ടിൽ ഇന്ന് രാവിലെ കഞ്ഞി വെച്ചില്ല. ഫാൻസ് നാളെ വന്ന് കഞ്ഞി വയ്ക്കില്ലെന്ന് പറഞ്ഞാൽ ഞാൻ കഞ്ഞി വയ്ക്കാതിരിക്കുമോ? ഇല്ലല്ലോ. ഇവർക്കൊക്കെ ഒരു ജോലി ഇല്ല. ഇവർ ഇതേപോലെ രാവിലെ ആകുമ്പോൾ ഓരോ ട്രോളുകൾ ഉണ്ടാക്കിയിടുന്നു. അത് അവർക്ക് യൂട്യൂബ് വഴിയോ ഇൻസ്റ്റ വഴിയോ ഒക്കെ അവർക്ക് പൈസ കിട്ടും, അവരുണ്ടാക്കുന്നു. ഇതൊക്കെ ബാക്കിയുള്ള ആൾക്കാർ കണ്ട് അവരെന്തൊക്കെയോ ഭയങ്കര സെറ്റപ്പ് എന്ന് വിചാരിക്കുന്നത് കൊണ്ടുള്ള കുഴപ്പമാണ്. അല്ലാതെ ഞാൻ പറയട്ടെ, എന്തായാലും ഈ ഒരു സിനിമ ഇപ്പോൾ വിജയുടെ പടമാണെങ്കിലോ സൂര്യയുടെ പടമാണെങ്കിലോ ഇറങ്ങി പടം വിജയിച്ചു. അതിന്ന് ഇപ്പോൾ എത്ര രൂപ അധികം കിട്ടിയാലോ ഈ പറയുന്ന ഫാൻസിനൊന്നും ആരും വീതം വെച്ച് കൊടുക്കുന്നില്ല. ചിലപ്പോൾ കൊടുക്കുമായിരിക്കും, പക്ഷെ എന്തെങ്കിലും ഒരു അനാഥാലയത്തിന് വേണ്ടിയിട്ടോ ഒക്കെ ചെയ്യുമായിരിക്കും. അല്ലാതെ ഈ ഫാൻസിൻ്റെ വീട്ടിൽ അരി വാങ്ങാനായിട്ട് ഈ പറയുന്ന ആരും പൈസ കൊടുക്കുന്നില്ല. അതുകൊണ്ട് ഈ പറയുന്ന ഫാൻസൊക്കെ ഇനി എന്തൊക്കെ പേരിൽ അടി ഉണ്ടാക്കിയെന്ന് പറഞ്ഞിട്ടും ഒരു കാര്യവുമില്ല. അത് ഇപ്പോൾ സ്വാഭാവികമായി നിങ്ങൾക്കും ചിന്തിച്ചാൽ മനസ്സിലാവുന്ന കാര്യമാണ്. ഈ പറയുന്ന ലിയോ ഇറങ്ങി വിജയിച്ചല്ലോ, അല്ലെങ്കിൽ പറയുന്ന ജയിലർ ഇറങ്ങി വിജയിച്ചല്ലോ. ഇതിന്ന് കിട്ടിയ എന്തെങ്കിലും പ്രതിഫലം ഈ ക്യാമറയുമായി നിൽക്കുന്ന നിങ്ങൾക്ക് വല്ലതും കിട്ടിയോ? ഒരു 2 രൂപ 3 രൂപ വല്ലതും ഇല്ലല്ലോ. അത്രയേ ഉള്ളൂ. ട്രെയിലർ കണ്ടപ്പോൾ അടിപൊളി. പ്രത്യേകിച്ച് അതിലെ ആ പാട്ടൊക്കെ ഇല്ലേ, മഞ്ജു വാര്യരും എൻ്റെ ആ പാട്ട്, പിന്നെ ബാക്കി എല്ലാവരും പ്രധാനപ്പെട്ട എല്ലാ താരങ്ങളും ഉണ്ടല്ലോ. അതുകൊണ്ട് എന്തായാലും അടിപൊളിയായിരിക്കും, സൂപ്പറായിരിക്കും എന്നുണ്ട്. അതിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ് കാണാൻ വേണ്ടിയിട്ട്. നമ്മുടെ അമിതാഭ് ബച്ചനും ഫഹദും എല്ലാം പല പല ഭാഷകളിലെ പ്രധാനപ്പെട്ട താരങ്ങളിൽ അഭിനയിക്കുക അല്ലേ. അതുകൊണ്ട് അതിന് വേണ്ടിയിട്ട് കട്ട വെയിറ്റിംഗ് ആണ്. ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ കാണണമെന്ന് ആരാധന. ഇപ്പോൾ ചർച്ചാ വിഷയം ഫുള്ള് ലിയോയുടെ റെക്കോർഡ് പൊട്ടിക്കോ ഇല്ലെന്നാണ്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഒരു അഭിപ്രായം പറയാമോ? റെക്കോർഡ് പൊട്ടിക്കോ ഇല്ലെന്നൊക്കെ മിക്കവാറും പൊട്ടിക്കുമായിരിക്കും. കാരണം അതിൻ്റെ മൊത്തത്തിൽ നമ്മൾ ഈ ട്രെയിലർ കാണുമ്പോൾ പോലെയൊക്കെ ആണ് ആ സിനിമയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളതെങ്കിൽ ഉറപ്പായിട്ടും ലിയോയുടെ ഇതെല്ലാം ഓപ്പണിംഗ് ഒക്കെ പൊട്ടിക്കും എന്ന് തന്നെയാണ് വിശ്വാസം. ട്രെയിലർ കണ്ടായിരുന്നു. സോങ്സ് ഒക്കെ ഇഷ്ടപ്പെട്ട്, കൊള്ളാം. അനിരുദ്ധിന്റെ സോങ്സും ബീറ്റും കാര്യങ്ങളൊക്കെ. പിന്നെ പ്രതീക്ഷിക്കുന്നു പഴയ സിനിമയെക്കാട്ടിലും ഇച്ചിരി നല്ലപോലെ വന്ന കൊള്ളായിരുന്നു. നോക്കാം. ബാക്ക്ഗ്രൗണ്ട് സ്കോറിലാണോ പ്രതീക്ഷ? പിന്നെ കുറേ ആക്ടേഴ്സ്, അമിതാഭ് ബച്ചനൊക്കെ ഉണ്ടല്ലോ.
അപ്പോൾ നോക്കാം കുറേ മലയാളത്തിൽ വലിയ നിന്ന് വലിയ ഒരുപാട് പേരുണ്ട്, മലയാളത്തിൽ നിന്ന് ഒരുപാട് പേര് ഞാൻ വലുതായിട്ടൊന്നും ശ്രദ്ധിച്ചില്ല. എന്തായാലും കൊള്ളാം, എന്തെങ്കിലുമൊക്കെ നല്ല ബ്ലോക്ക് ബസ്റ്റർ ആയിരിക്കും. ഫസ്റ്റ് ഡേ കാണുന്നുണ്ടോ? ഫസ്റ്റ് കാണത്തില്ല ബ്രോ. എന്തായാലും നോക്കാം, നമുക്ക് എന്തായാലും വരുമല്ലേ. ട്രെയിലർ എനിക്ക് ടീസർ കണ്ടിട്ട് ഷൂട്ട് ഔട്ട് അറ്റ് ലോഖണ്ഡ്വാല എന്ന സിനിമയാണ് എന്നെ ഓർമ്മിപ്പിച്ചത്. കാരണം ആ സിനിമയ്ക്കകത്തും ഇതേപോലെ രജനീകാന്ത് നമ്മുടെ ബിഗ് ബി ഉണ്ട്, പിന്നെ രണ്ട് കൺഫ്രണ്ടേഷൻ, അതായത് പോലീസുകാർ എൻകൗണ്ടർ ചെയ്യുന്ന പോലീസുകാർ ഈ ഒരു അവരെ നേരിടുന്ന വേറൊരു വ്യക്തിയായിട്ട് ബിഗ് ബി വരുന്നുണ്ട്. അതാണ് ഷൂട്ട് ഔട്ട് ലോഖണ്ഡ്വാലയിൽ ജസ്റ്റ് 1 മിനിറ്റിൽ പെട്ടെന്ന് ഇങ്ങനെ പറയാൻ പറ്റില്ല. ആ ഒരു ത്രെഡാണ് എനിക്കിതിൽ കണ്ടത്. പക്ഷേ ട്രെയിലർ വന്നപ്പോഴത്തേക്കും കുറേ കൂടെ ഒരു ഡീപ്പായിട്ട് പോയിട്ടുണ്ട്. അപ്പം എത്രത്തോളം, കാരണം നമുക്കൊരു പ്ലോട്ട് ഏകദേശം മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും സിനിമ ഞാൻ കാണും. കാരണം രജനീകാന്ത് എന്നുള്ളൊരു വ്യക്തിയെ എനിക്ക് പേഴ്സണലി എനിക്ക് അദ്ദേഹത്തിൻ്റെ സിനിമകളെല്ലാം വളരെ ഇഷ്ടമാണ്. അപ്പം പിന്നെ ഒരേ ഒരു എതിരഭിപ്രായം എനിക്കുള്ളത് മലയാളത്തെ കൈകാര്യം ചെയ്ത രീതി. കാരണം ഒരു മലയാളി എന്ന രീതിയിൽ, കാരണം ഇത് ആദ്യമായിട്ടല്ല നമ്മൾ തമിഴ് സിനിമകളിൽ ഇങ്ങനെ മലയാളത്തെ ഇങ്ങനെ കൊന്നു കൊലവിളിക്കുന്ന രീതിയിലുള്ള പാട്ട് യാതൊരു വിധത്തിലും അത് ഓൾറെഡി തന്നെ അത് കോൺട്രവേഴ്സി എന്നല്ല. അപ്പം മലയാളികൾക്കിടയിൽ തന്നെ ഇത് ആൾക്കാർ പറഞ്ഞു തുടങ്ങി. അതിപ്പം സാധാരണ മലയാളികളല്ല, ഈ ഒരു ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന സിനിമാ പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും അവർ പറഞ്ഞു തുടങ്ങി. കാരണം നിങ്ങളൊന്ന് ഫോൺ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളിവിടെ പാട്ട് എഴുതുന്ന ആൾക്കാർ ഇവിടെ റെഡിയാണെന്ന് പറയുന്ന ആ ഒരു അവസ്ഥയിലേക്ക് എത്തി. അപ്പം ഇതൊരു മാറ്റം ആവട്ടെ, ആൾക്കാർ അറ്റ്ലീസ്റ്റ് പ്രതികരിച്ചു തുടങ്ങി. അപ്പം ഈ ഒരു കാര്യത്തിൽ മാത്രമേ എനിക്ക് നെഗറ്റീവായിട്ടുള്ളൂ. അത് കഴിഞ്ഞാൽ സിനിമ ഏകദേശം ഒരു പ്ലോട്ട് മനസ്സിലായിട്ടുണ്ട്. അതെങ്ങനെ വ്യത്യസ്ത രീതിയിൽ അവർ സ്ക്രീനിലേക്ക് എത്തിക്കും എന്നുള്ളൊരു കാര്യത്തിൽ മാത്രമേ ഒരു ആകാംക്ഷയുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ സിനിമ കാണും.